പ്രേക്ഷകരെ എന്താണ് ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നും വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ട്. 7000 അല്ല 70,000 വെർച്വൽ ക്യൂ ബുക്കിംഗ് അല്ലേ? പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് 5000-ൽ താഴെയാണ്. നേരിട്ടെത്തി സ്പോട്ടിൽ ബുക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം 5000-ൽ താഴെയാണ്. MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് പ്രതീഷ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ സമയത്തെ സന്നിധാനത്ത് ഒരു ക്ലൈമറ്റ് ആണ്. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പോയിരുന്നു. ഭയങ്കര രസമുള്ള ഒരു ക്ലൈമറ്റ് ആണ്. പ്രത്യേകിച്ച് പ്രതീഷ് നമ്മളെ മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നമ്മുടെ ഓഫീസിന്റെ ഒക്കെ ആ പരിസരം ഭയങ്കര സുഖമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. എങ്ങനെയുണ്ട് പ്രതീഷ് ശബരിമലയിലെ സന്നിധാനത്തെ ഇന്നത്തെ പ്രഭാതം? എങ്ങനെ ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? കഴിഞ്ഞ തവണയൊക്കെ അത്യാവശ്യം ഈ തിരക്ക് അവർക്ക് അനിയന്ത്രിതമായിട്ടുള്ള തിരക്കായിരുന്നു. ആളുകൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഇത്തവണ കഷ്ടപ്പാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ പ്രതീഷ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് നിഖിൽ. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ഇത്തവണ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. 3-ാം ദിവസമായി ഇന്നും ശബരിമലയിൽ തീർത്ഥാടന തിരക്കാണ്. എനിക്ക് പുറകിൽ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഈ തീർത്ഥാടകരുടെ ഈ നീണ്ട നിര കണ്ടാൽ തന്നെ മനസ്സിലാകും. കാരണം അത്രത്തോളം തിരക്കാണ് രാവിലെ നട തുറന്നത് മുതൽ തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് വെർച്വൽ ക്യൂ 70,000 70,000-ത്തോളം തീർത്ഥാടകർ വെർച്വൽ ക്യൂ മാത്രം ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനു പുറമെയാണ് ഈ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ഭക്തർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ 70,000 പേർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തപ്പോൾ അതിൽ 65,000 തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. 4,000-ൽ താഴെയായിരുന്നു ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നത്. കൂടുതൽ തീർത്ഥാടകർ വരും ദിവസങ്ങളിലും ശബരിമലയിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മലയാളികളും ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരും അടക്കം ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ചാലക്കുടി. ആദ്യമായിട്ടാണ്? അതെ, ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ട് തൊഴാൻ പറ്റി. വളരെ സൗകര്യം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിക്കും ഹാപ്പിയാണ്. സ്വാമി ശരണം. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നല്ല യാത്രയായിരുന്നു. എല്ലാവരും ചാലക്കുടിയാണോ? അവിടെ നല്ല അറേഞ്ച്മെന്റ്സ്. കാശ്മീർ തീർത്ഥാടകരൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഒന്നും തന്നെ ശബരിമലയിൽ ഇല്ല. പെട്ടെന്ന് തന്നെ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ വരും ദിവസങ്ങളിലും തിരക്ക് കൂടിയാലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിട്ടുണ്ട്. ഈ 18-ാം പടി വഴി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടിയാണ് തിരക്ക് കൃത്യമായി നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്പോട്ട് ബുക്കിംഗ് വഴി 10,000 പേർക്ക് ദർശനം നടത്താമെങ്കിലും കഴിഞ്ഞ 3 ദിവസമായി 5,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി നിലവിൽ ദർശനം നേടുന്നത്. വരും ദിവസങ്ങളിൽ ഈ തീർത്ഥാടകരുടെ എണ്ണം ഒപ്പം സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എല്ലാ വകുപ്പുകളും പോലീസും ഉൾപ്പെടെ പൂർണ്ണമായും ശബരിമല തീർത്ഥാടനത്തിന് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പരാതികളും നിലവിൽ തീർത്ഥാടകരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെ തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല സന്നിധാനത്ത് നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഈ പരമ്പരാഗത കാനനപാതകൾ വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ സജീവമാകും കാനനപാതകൾ. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പരമ്പരാഗത കാനനപാതകളിലും ഒരുക്കിയിട്ടുണ്ട്. ഇനി 10 മണിയോടുകൂടി തന്നെ നിലവിൽ ഈ കാണുന്ന തിരക്കിന് നേരിയ കുറവുണ്ടാകും. ഇന്നലെയും രാവിലെയായിരുന്നു ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. എന്തായാലും ശബരിമലയിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും MG പ്രതീഷ് സന്നിധാനത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ ഇത്തവണ നല്ല തീർത്ഥാടക തിരക്കാണ്. പക്ഷേ ആ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിഖിൽ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ കൂട്ടത്തിൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത്. പവിത്രൻ പാതിരപ്പറ്റ നമ്മുടെ അയ്യപ്പ ഭക്തിഗാനം എന്തായാലും പാടാം എന്ന് പറഞ്ഞാൽ ഇല്ല. ആ സമയത്തൊക്കെ മകര നില കുളിർ ആടിപ്പാടി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. എത്ര പാട്ടായാലും അയ്യപ്പ ഭക്തിഗാനം. ഒരു അമ്മയും ഒരു മകളും അച്ഛനോട് അച്ഛ അല്ലേ? അതൊക്കെ ആ കാലത്തെ പാട്ടാണ്. അത് ഇപ്പൊ അങ്ങനെ ഇറങ്ങുന്നുണ്ടോ? ഭജനമഠങ്ങളിലൊക്കെ അങ്ങനത്തെ പാട്ടുകൾ ഇടുന്നുണ്ട്. പക്ഷെ പാട്ടുകൾ ഇറങ്ങുന്നത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലമായിരുന്നു, സുവർണ്ണ കാലമായിരുന്നു. പിന്നെ MGയുടെ ഒക്കെ പാട്ടുകൾ, സ്റ്റുഡിയോസ് ഒക്കെ ഒരുപാട് പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. ഒരു രണ്ടുപേരും വേണം പിടിയോ. കണ്ണാടി ചില്ലോലും കനിപ്പമ്പ കല്ലോല ചിലം വിട്ട കുളിർ പമ്പ പാഞ്ഞോടും പമ്പ പനിനീരിൻ പമ്പ ഞാൻ പാടുന്ന പാട്ടിന്നു ശ്രുതി പമ്പ. ഒറ്റ പാട്ടോട് പാടാശ്മി. ഈ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടുണ്ട്. അത് അത്യാവശ്യം
പമ്പാ ഗണപതി പാരിന്റെ അധിപതി പമ്പാൽ നുയരണം വൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധിയോടെ തീർക്കണം നെഞ്ചിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് രസകരമായിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ വീട് പന്തളത്ത് ആ ഒരു ക്ഷേത്രത്തിന് തൊട്ടടുത്ത മായക്ഷിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും. അപ്പൊ നമ്മുടെ എല്ലാ ദിവസവും രാവിലെ ഇത്തരം പാട്ടുകൾ കേട്ടാണ് ഉണരുക. അപ്പൊ എന്റെ വളരെ ഏറ്റവും ചെറുപ്രായം മുതലുള്ള നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് ഈ പാട്ടൊക്കെ കൂടെ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മൾ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോകും. ഇപ്പോഴുണ്ട് അശ്മി അങ്ങനെ പാട്ട് ഇപ്പോഴും കേൾക്കും? ഇപ്പൊ എല്ലാം എപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ ആ മേഖല രാവിലെ ഉണരുന്നത് ഈ പാട്ടുകൾ.